ശ്രീ എ ജി ജോർജ്, ഇവിടെ പാർട്ടി തീരുമാനിക്കും, പാർട്ടിക്കെതിരെ ആരോപണം വന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്നിങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന ഒരു പ്രതിരോധം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യവും ഇതിൽ പരാതിക്കാരർ ഉണ്ടാകണമെന്നില്ല. കാരണം ഭീഷണിപ്പെടുത്താം. ആരോപണ വിധേയൻ ഇനി വെളിച്ചത്തെ വരണമെന്നില്ല. കാരണം അയാൾക്കും ഭീഷണി ഉണ്ടാകാം. ഇതെന്തായാലും ഇത്തരത്തിൽ ഈ കോഴ ആരോപണങ്ങളൊക്കെ പാർട്ടിക്കകത്ത് മാത്രമായി പാർട്ടി പോലീസും പാർട്ടി കോടതിയും പാർട്ടി കാര്യങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഒരു സമീപനം തന്നെയാണോ ഇനി വരും ദിവസങ്ങളിലും കാണാൻ കഴിയുന്നത്? പിന്നെ ഈ അഡ്വക്കേറ്റ് ബൽദേവ് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തും എന്നൊരു ചൊല്ലുണ്ട്. അദ്ദേഹം കൊഞ്ഞനം കുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് എനിക്ക് വീണ്ടും ഒരു വിനീതമായ ചോദ്യമുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണല്ലോ, പല തട്ടുകളുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട്, ലോക്കൽ കമ്മിറ്റിയുണ്ട്, ഏരിയ കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, കേന്ദ്ര കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ അറിയുന്ന പലവിധ സംവിധാനങ്ങളുണ്ടല്ലോ. എൻ്റെ ബൽദേവെ, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മേൽ ഇതുപോലെ വളരെ ശക്തമായിട്ടുള്ള വളരെ ഗുരുതരമായ അച്ചടക്ക നടപടി എടുക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ പാലിക്കുമെന്ന് അവകാശപ്പെടുന്ന ഈ തട്ടുകളിലൊക്കെ ഒരു പരിശോധന നടത്താതെ പോയത്? അദ്ദേഹം പറയുന്നു, അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് പറയുന്നു, എൻ്റെ രക്തത്തിലൂടെ ഈ പറയുന്ന കമ്മ്യൂണിസം ഒഴുകാൻ തുടങ്ങിയിട്ട് അനേക നാളുകളായി എന്ന് പ്രതീഷ് കോട്ടുകളി പറയുന്നു. അദ്ദേഹം ബാലസംഘത്തിൽ മുതൽ പ്രവർത്തിച്ച ആളാണെന്ന് അദ്ദേഹം അഭിമാനത്തോടുകൂടെ പറയുന്നു. അതൊക്കെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയും അതുപോലെ ഒരു ഏരിയ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാകുമല്ലോ. സാധാരണഗതിയിൽ നേരിട്ട് കയറി ജില്ലാ കമ്മിറ്റി ഒരു സാധാരണ അംഗത്തിൻ്റെ മേൽ ഇത്രയും ഗുരുതരമായ ഒരു നടപടി എടുക്കുന്ന ഒരു പതിവ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല ഒരു പാർട്ടിക്കുമില്ല എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്തി ഇവിടെ ശ്രീമതി രോഹിണി ചോദിച്ചതുപോലെ സാമാന്യ നീതി അനുസരിച്ച് അദ്ദേഹത്തോട് എന്തുകൊണ്ടൊരു വിശദീകരണം ചോദിച്ചില്ല? നിങ്ങൾ എന്ത് അവമതിപ്പാണ് ഈ പാർട്ടിക്കുണ്ടാക്കിയത്? എന്താണ് നിങ്ങളിങ്ങനെ ചെയ്തത്? ഈ പാർട്ടിക്കുണ്ടായിരിക്കുന്ന വലിയ ക്ഷീണത്തിന് നിങ്ങൾ എന്തിനെതിരെ കൂട്ടുനിന്നു എന്ന് ചോദിച്ച് സ്വാഭാവിക നീതി എന്ന് നിങ്ങളൊക്കെ പറയുമല്ലോ, നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതിക്ക് വേണ്ടിയെങ്കിലും അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണം വാങ്ങിയതായിട്ട് ഇതുവരെ ആരും പറയുന്നില്ലല്ലോ. അതും ഇനി മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമോ? വിശദീകരണം വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഫയലിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താഴെ തട്ടിൽ നിന്ന് തന്നെ ഉന്നതന്മാരായ നേതാക്കന്മാർക്കെതിരായി നിരവധി ആരോപണങ്ങൾ, ഇതിനേക്കാൾ വളരെ ക്രൂരമായ ആരോപണങ്ങൾ, പീഡന കേസുകൾ ഉൾപ്പെടെയുള്ളതൊക്കെ പാർട്ടി തലത്തിൽ വന്നതൊക്കെ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തല്ലോ. ആ ആരോപണങ്ങളുടെയൊക്കെ ഇരകളായിട്ടുള്ളവരും ആരോപണ വിധേയരായിട്ടുള്ളവരും ഒക്കെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് നിങ്ങൾ ഈ പൊതുസമൂഹത്തെ ഈ തരത്തിൽ വിഡ്ഢികളാക്കാമെന്ന് ശ്രമിക്കുന്നത് ഒരിക്കലും കരണീയമായി അല്ലെങ്കിൽ ആഭിജാത്യമുള്ള പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് അങ്ങ് കാണേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും ശരി, അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യം, മൗലികമായ ഒരു പ്രമാണം, നാം എല്ലാം ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. നിങ്ങൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്, പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ പാർട്ടി നിർമ്മലമായിരിക്കണമെന്ന് നിങ്ങളുടെ ശത്രുക്കൾ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ അലങ്കാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേക്കുമായി ഇതുപോലെ ആരോപണങ്ങളിൽപ്പെട്ട് നശിച്ചു പോകണമെന്ന്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമെങ്കിലും ഇനിയും നിർത്തണം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അധികകാലം മുന്നോട്ട് പോയാൽ, ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം ദയവായി എന്നോട് പൊറുക്കണം, ആവർത്തിക്കുന്നു, ഇപ്പോഴുണ്ടായ തിരിച്ചടിയേക്കാൾ 10 മടങ്ങ് ആക്കത്തിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കാണാതെ പോകരുത്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയട്ടെ, ഇവിടെ ചോദിച്ചതിന് ബാക്കിയായിട്ട് പറയുകയാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരായി എടുത്ത നടപടി എന്തിൻ്റെ പേരിലാണ്? ഇടയ്ക്കൊക്കെ ചില വർത്തമാനങ്ങൾ കേട്ടു, അദ്ദേഹം എന്തോ റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽപ്പെട്ട ഒരാളാണ് എന്ന ഒരു ആക്ഷേപം കേട്ടു. ഇതിനിടയ്ക്കൊരു ആക്ഷേപമല്ല, ഒരു വാർത്ത കേട്ടു, ഈ 22 ലക്ഷം രൂപ വാങ്ങിച്ചത് തിരിച്ചു കൊടുത്ത് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി. അപ്പോഴും എനിക്കൊരു തമാശ കലർന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കള്ളൻ മോഷ്ടിച്ചതായ വസ്തു തിരിച്ചു കൊടുത്താൽ അവൻ കള്ളനല്ലാതാകുമോ?
അങ്ങ് നിയമജ്ഞനാണല്ലോ. അതാണോ ഈ രാജ്യത്തെ നീതിബോധം എന്ന് പറയുന്നത്? അങ്ങനെ മടക്കി കൊടുത്തെങ്കിൽ ആ ഒരു വിഷയം ഇല്ലാതായിത്തീരുമെന്നാണോ നമ്മളൊക്കെ കരുതേണ്ടത്? അപ്പോൾ അവിടെയൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിനുള്ള അജണ്ട ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് വെള്ളക്കടലാസിൽ പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പ്രതിരോധം സൃഷ്ടിച്ചാൽ അത് ഒരിക്കലും വിലപ്പോവുകയില്ല. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.